ഈ ടേബിളിന്റെ ഒരു അവസ്ഥ നോക്കി എത്ര വൃത്തികേടും ഡിസോർഡർ ആയിട്ടൊക്കെ കിടക്കണമെന്നറിയോ. എങ്ങനെ വൃത്തിയാക്കാൻ നോക്കിയാലും ഇത് വൃത്തിയാവില്ല. എല്ലാ ചാനലും ഓർഗനൈസറും ടേബിൾ ഡെക്കോറൊക്കെ കാണുമ്പോൾ അത് ഉണ്ടാക്കണം എന്നുണ്ട്, പക്ഷെ അത് ഉണ്ടാക്കിയിട്ട് വെക്കാൻ ടേബിൾ വേണ്ടേ. ആർട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും വലിയ ആഗ്രഹമായിരിക്കും ഒരു വൈറ്റ് ടേബിൾ വാങ്ങുക എന്നുള്ളത്. അങ്ങനെ ഞാനും വാങ്ങി ഒരു വൈറ്റ് ടേബിൾ. അപ്പൊ ടേബിൾ ഇല്ല എന്നുള്ള പരാതി തീർന്നു, ഇനി ഒരു ഓർഗനൈസർ ആവാം. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് കാര്യം പഠിത്തം കിട്ടിയിട്ടുണ്ടാവും. ഇതുകൊണ്ടാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെറുതായിട്ടൊന്ന് മാറിയത്. 2 ദിവസമായിട്ട് തകൃതിയായ ടേബിൾ ഡെക്കോർ ഉണ്ടാക്കലും ഇത് പ്രമാണിച്ചായിരുന്നു. ടേബിൾ അങ്ങനെ വെറുതെ വാങ്ങിയിട്ടതുകൊണ്ടായില്ലല്ലോ, അതിന്റെ മുകളിൽ കുറച്ച് ഡെക്കോഴ്സും ഒരു ഓർഗനൈസർ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഭംഗി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ വഴിയെ നമുക്ക് ഡെസ്ക് മേക്ക് ഓവർ ഒക്കെ ചെയ്യാലോ. ബൈ ദ ബൈ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ടേബിൾ അല്ല നമ്മളെ വിഷയം. അപ്പൊ ഈ ഒരു ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കണ വെച്ചാൽ ഞാൻ കാർഡ്ബോർഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് അതിന്റെ മുകളിൽ ഇതേപോലത്തെ ഒരു പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഉൾവശം വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഒന്നും കൂടി കവർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഒരു ഫിനിഷിംഗ് കിട്ടും. ഇതിന്റെ മെഷർമെന്റ് എങ്ങനെയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ എനിക്ക് വെക്കാനുള്ള സാധനങ്ങളുടെ ഒക്കെ ഒരു അളവ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാ പാർട്സും ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കാം. ഇതിലിങ്ങനെ ഷെൽഫ് പോലെ വരുന്ന സാധനമുണ്ട്, അതിന് ഞാൻ ഗ്രിഡ് ഒഴിവാക്കിയിട്ട് വൈറ്റ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇനി ആ ബേസ് വെച്ച് ബാക്കിയുള്ള എല്ലാ പാർട്സും നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ചെയ്തിട്ടുള്ളത് കുറച്ച് ബുക്സ് വെക്കാനുള്ള ഒരു കമ്പാർട്ട്മെന്റും അതേപോലെ കുറച്ച് ഡെക്കോർ ഐറ്റംസും ചെറിയ ചെറിയ ഐറ്റംസും വെക്കാനുള്ള 2 കള്ളികളുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഓർഗനൈസർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സത്യം പറയാലോ, ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ അട്ടർ ഫ്ലോപ്പ് ആവുമെന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും ഭംഗി ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ടേബിൾ ശരിക്കും ക്ലീൻ ചെയ്ത് ഇതങ്ങ് വെച്ചപ്പോ അതിന്റെ ഒരു മുഖച്ചായേ മാറി കിട്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി അവിടെ ഇവിടെ വലിച്ചു വാരി ഇട്ടിരുന്ന കുറച്ച് സ്കെച്ച് ബുക്കും നോട്ട്സും ഒക്കെ ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ 2 ചെറിയ പ്ലാന്റും പോസിറ്റീവ് ജാറും ഒക്കെ വെച്ച് അടിപൊളിയാക്കി എടുത്തു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ നമ്മൾ ഓർഗനൈസർ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.